മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടുക്കള ഭാഗത്തേക്ക് ചായ എടുത്ത് വന്നപ്പോൾ ഒരു നല്ല രസം തോന്നി കേട്ടാ. അതുകൊണ്ട് ആടെ തന്നെ ഇരുന്നിട്ടാണ് ഞാനിന്ന് ചായ കുടിച്ചത്. പതിവ് പോലെ ഈ ഞായറാഴ്ചയും പെട്ടെന്ന് തന്നെ കടന്നുപോയി കേട്ടാ. അല്ലെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരം ആവുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നാളെ തിങ്കളാഴ്ച ആണല്ലോ, നാളെ തൊട്ട് ആദ്യം ഡ്യൂട്ടിക്ക് പോകണല്ലോ, ഇനി അടുത്ത ഞായറാഴ്ച വരെ കാത്തു നിൽക്കണല്ലോ ഒരു ലീവ് കിട്ടാൻ. ഇങ്ങനെയല്ലാന്ന് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ കുറെ ദിവസമായി ഒരു ചെമ്പരത്തിന്റെ താളിയെല്ലാം തലയിൽ തേച്ചിട്ട് അങ്ങനെ വൈകുന്നേരം ആയാലും ഞാൻ ചെമ്പരത്തിയില പറിക്കാനായിട്ട് കീഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നാടൻ ചെമ്പരത്തിയില അല്ല, അതുകൊണ്ടാണ് ഞാൻ അതിന്റെ പൂവൊന്നും പറിക്കാതിന് ഇല മാത്രം പറിച്ചെടുത്ത് താളിയാക്കുന്നത്. 2-3 ടൈപ്പ് ചെമ്പരത്തിയെല്ലാം ഉണ്ടേനു, അപ്പൊ എല്ലാം നശിച്ചു പോയിട്ടാ. ഇപ്പൊ ആകെ ഉള്ളത് ഒരു തട്ടായിട്ടുള്ള ചെമ്പരത്തി മാത്രാന്നുള്ളത്. അപ്പൊ അതിന്റെ ഇല പറിച്ചിട്ടാണ് ഞാൻ താളിയാക്കി എടുത്തത്. അങ്ങനെ ചെമ്പരത്തിന്റെ താളി ഞാൻ തലയിൽ തേച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ നിന്ന് കേട്ടാ. പിന്നെ തണുപ്പടിക്കുന്നത് പേടിച്ചോണ്ട് തന്നെ ഞാൻ വേഗം പോയി കഴുകിക്കളയാന്ന് വിചാരിച്ച് ബാത്റൂമിൽ പോകാനൊന്നും നിന്നിട്ടില്ല. ഞാൻ വേഗം പൈപ്പിന്റെ ചോട്ടിൽ തന്നെ തല കുളിക്കാന്ന് വിചാരിച്ചിട്ട് ആടുന്ന് തന്നെയാണ് കേട്ടാ തല കുളിക്കുന്നത്. അങ്ങനെ തലയെല്ലാം കുളിച്ച് വേഗം തലയെല്ലാം തോർത്തിക്കൊണ്ടിരിക്കുമ്പോ കേട്ടാ ഏട്ടൻ എന്നോട് പറഞ്ഞത് മുഖത്ത് ചെമ്പരത്തിന്റെ ഇല ഇരിക്കുന്നുണ്ട്, അത് എടുത്ത് കളയാന്. താളി ഞാൻ ഒട്ടും തന്നെ അരിച്ചിട്ടില്ല, അങ്ങനെ തന്നെ എടുക്കുക ചെയ്തത്. അതുകൊണ്ടാണ് കേട്ടാ പൊടികളായിട്ട് എന്റെ മുഖത്തും കഴുത്തിനെല്ലാം നിൽക്കുന്നത്. കുറച്ച് പണികൾ പിന്നെയും ബാക്കിയുണ്ടേനും, അടിച്ചു വാരാനെല്ലാം ഉണ്ടേനും കേട്ടാ. അതുകൊണ്ടാണ് ഞാൻ വേഗം തല മാത്രം കുളിച്ചത്. അങ്ങനെ അടിച്ചു വാരലും കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ എറയത്തേക്ക് വന്ന് നിന്നേരാന്ന് എനിക്ക് മുക്കുറ്റി പറിച്ച് തലയിൽ ചൂടാൻ തോന്നിയത്. അങ്ങനെ ഒരു മുക്കുറ്റി ഉണ്ടോ നോക്കി നടക്കുമ്പോൾ ചെറിയൊരു മുക്കുറ്റി കിട്ടിയിട്ടുണ്ട്. അത് തലയിൽ ചൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറിച്ചത്. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് മുടിയെല്ലാം ഇങ്ങനെ ഇല്ലിയെടുത്ത് കെട്ടി ഒരു മുക്കുറ്റിയെല്ലാം തലയിൽ ചൂടുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണല്ലേ കാണാനായിട്ട്. അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ മുറ്റത്തൂടെ നടന്ന് കളിച്ചിട്ട് ഞാനിപ്പോ ഇതകത്തേക്ക് കയറാൻ നോക്കുന്നുണ്ട്. വിളക്ക് കത്തിക്കാൻ ഏകദേശം ടൈം ആയിട്ടുണ്ട്. സമയം ഇപ്പൊ ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടാ. ഈ ടൈമിലാണ് എന്റെ വീട്ടിൽ വിളക്ക് സാധാരണ കത്തിക്കല്. അപ്പൊ രാവിലെ അമ്പലത്തിൽ പോയാലും കിട്ടിയ ചന്ദനാണ് ഇപ്പൊ തൊടുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടാ.